ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാമായേ നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. പിന്നെ നമ്മളെ 13-ാം അധ്യായത്തിലെ മറ്റ് ദ്വീപുകളുടെ വർണ്ണന കഴിഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ. ബാക്കി ദ്വീപുകളുടെ വർണ്ണനയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അല്ലയോ നാരദ, ഘൃതസമുദ്രത്തിന് ചുറ്റുമായി ക്രൗഞ്ചദ്വീപ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ? ഇല്ല, അങ്ങനെയാണ്. അതിനെ ചുറ്റി അത്രത്തോളം വിസ്താരമുള്ള ക്ഷീരസമുദ്രം കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമുദ്രത്തിൽ ക്രൗഞ്ചം എന്ന പർവ്വതമുള്ളതിനാലാണ് ക്രൗഞ്ചദ്വീപം എന്ന് പേർ വന്നത്. ഈ ദ്വീപിന് 16 ലക്ഷം യോജന വിസ്താരമുണ്ട്. ചെറിയ വിസ്താരമൊന്നുമല്ല. ഈ ക്രൗഞ്ചദ്വീപ് പർവ്വതത്തെ സ്കന്ദൻ തന്റെ വേലുകൊണ്ട് പിളർന്നു. എന്നാൽ വരുണൻ ക്ഷീരാബ്ധി നീരിനാൽ കാത്തു രക്ഷിച്ചു. ആ ദ്വീപിന്റെ അധിപതി ഘൃതപൃഷ്ഠനാണ്. പ്രിയവ്രതപുത്രനായ അദ്ദേഹം തന്റെ ദ്വീപിനെ 7 വിഭജിച്ച് തന്റെ മക്കളായ ആമൻ, മധുരുഹൻ, മേഘപൃഷ്ഠൻ, സുധാമാവ്, ഭ്രാജിഷ്ഠൻ, ലോഹിതാർണൻ, വനസ്പതി എന്നിവർക്ക് കൊടുത്ത് ഭഗവത് ഭജനത്തിനായി പോയി. ആ ദ്വീപിലെ പർവ്വതങ്ങളുടെ പേരാണ് ശുക്ലം, വർദ്ധമാനം, ഭോജനം, ഉപബർഹണം, സദാ നദം, നന്ദനം, സർവതോഭദ്രം എന്നാണ്. ദ്വീപുകളുടെ പേരാവട്ടെ ആമം, മധുരകം, മേഘപൃഷ്ഠം, സുധാമകം, ഭ്രാജിഷ്ഠം, ലോഹിതാർണ്യം, വനസ്പതി എന്നാണ് ഇത് ദ്വീപുകളുടെ പേര്. ഇവിടെയുള്ള നദികളുടെ പേര് അഭയം, അമൃതൗഖ, ആര്യക, തീർത്ഥവതി, രൂപവതി, പവിത്രവതി, ശുക്ല എന്നിങ്ങനെയാണ്. ആ നദികളിലെ ജലം പാനം ചെയ്യുന്ന ഋഷഭൻ, പുരുഷൻ, ദ്രവിണൻ, ദേവകൻ തുടങ്ങിയവർക്ക് ഈ ജലം കൈക്കൊമ്പിളിലെടുത്ത് ജലദേവനായ പാശിയെ ഈ മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നു. മന്ത്രം ഇതാണ്: അല്ലയോ ജലങ്ങളെ, നിങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമാകുന്ന പരമപുരുഷനിൽ വീര്യൻ ലഭിച്ച നിങ്ങൾ ത്രൈലോക്യവാസികളെ സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. അപ്രകാരമുള്ള നിങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളെയും പരിശുദ്ധരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥന. ക്ഷീരസമുദ്രത്തിനെ ചുറ്റിയുള്ള ശാഖദ്വീപിന് 32 ലക്ഷം യോജന വിസ്താരമുണ്ട്. ആ ദ്വീപിനെ ചുറ്റി ദധിമണ്ഡോദം എന്ന സമുദ്രം 32 യോജന ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുകയാണ് കേട്ടോ. ആ ദ്വീപിൽ ശാഖം എന്ന ഒരു വൃക്ഷമുള്ളത് കൊണ്ടാണ് ആ പേര് വന്നത്. ആ വൃക്ഷത്തിൽ നിന്നുള്ള പരിമളം ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമാക്കുന്നു. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതപുത്രനായ മേധാതിഥിയാണ് കേട്ടോ. അദ്ദേഹം തന്റെ ദ്വീപിനെ 7 വിഭജിച്ച് തന്റെ മക്കളായ ജപം, പവമാനം, മനോജപം, ചിത്രദേവം, ധൂമ്രാനീകം, വിശ്വദൃക്ക്, ബഹുരൂപം എന്നിവർക്ക് കൊടുത്ത് പൂർവജന്മാർ യാത്രയാ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ച് തപസ് ചെയ്ത് സ്വർഗം പോയി. അദ്ദേഹം ശാഖദ്വീപിന്റെ അതിർത്തി പർവ്വതങ്ങളാണ്: ഈശാനം, ഉരുശൃംഗം, ബലഭദ്രം, ശതകേസരം, സ്രോത, ദേവപാലം, മഹാനസം തുടങ്ങിയവ. നദികളാകട്ടെ അനഘ, ആയുർവേദം, ഉദയസ്പൃഷ്ടി, അപരാജിത, പഞ്ചപതി, സഹസ്രസ്തുതി, നിജധൃതി എന്നിവയാണ്. എല്ലാവരും എല്ലാം 7 പാലിക്കുന്നത്. അവിടെ കണക്കാരി 7 മക്കളുണ്ടാകും, 7 മക്കൾക്ക് കൊടുക്കുകയും ചെയ്യും. ആ ദ്വീപിൽ ഋതവ്രതൻ, സത്യവ്രതൻ, കൃതുവ്രതൻ, ദാനവ്രതൻ തുടങ്ങിയ 4 ജാതി നാട്ടുകാർ വായുരൂപത്തിലുള്ള ഭഗവാനെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിച്ച് പ്രാണായാമം കൊണ്ട് അന്ധക്കരണ ശുദ്ധി വരുത്തിക്കൊണ്ട് പരമസമാധി യോഗത്തിൽ ഉപാസിക്കുന്നു. ഈ മന്ത്രമാണ് അവർ ജപിക്കുന്നത്. ഏത് മന്ത്രം? ആരാണോ സ്ഥാവര ജംഗമങ്ങളായ ഭൂതങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് പ്രാണാതിവൃത്തികളെ കൊണ്ട് സകലരെയും പോഷിപ്പിക്കുന്നത് ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ദധിമണ്ഡോദത്തിന്റെ പുറമെയായി പുഷ്കരദ്വീപ് സ്ഥിതി ചെയ്യുന്നു. അതിന്റെ വിസ്താരം 64 ലക്ഷം യോജനയാണ്. അതിനു ചുറ്റുമായി അത്ര തന്നെ വലിപ്പമുള്ള ശുദ്ധജല സമുദ്രം കിടക്കുന്നു. അതിലേറ്റവും വലിയൊരു താമരപ്പൂവുണ്ട്. അതിന് 100 ദളങ്ങളാണുള്ളത്. ആ ദളങ്ങൾ കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ നിറമാണ്. സാധാരണ ഒരു താമരയൊന്നല്ല. ഇവിടെയാണ് ബ്രഹ്മദേവന്റെ വാസസ്ഥാനം. ആ ദ്വീപിന്റെ മധ്യത്തിൽ മാനസോത്തര പർവ്വതം എന്നത് പർവ്വതം മാത്രമേ ഉള്ളൂ. മണ്ഡലാകാരമായി പർവ്വതം 2 വർഷങ്ങളുടെ അതിർത്തിയായി കിടക്കുന്നു.
അതുകൊണ്ട് ആ ദ്വീപ് രണ്ടായി നിൽക്കുകയാണ്. പർവ്വതത്തിന്റെ വിസ്തൃതി 10,000 യോജനയും അത്ര തന്നെ പൊക്കവുമാണ്. അതിന്റെ 4 കോണിൽ ഇന്ദ്രാദിദേവന്മാരുടെ രാജധാനികളും ഉണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിൽ മേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്ന സൂര്യന്റെ സംവത്സരമാകുന്ന രഥത്തിന്റെ ചക്രം ദേവന്മാരുടെ പകലും രാത്രിയുമായി ഭവിച്ച് ഉത്തരായണം ദക്ഷിണായണം എന്ന സ്വരൂപത്തോടെ ചുറ്റിത്തിരിയണം. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതപുത്രനായ വീതിഹോത്രനാണ്. അദ്ദേഹം തന്റെ പുത്രന്മാരായ രമണകൻ, ധാതകി എന്നിവരെ അവരുടെ തന്നെ പേരുള്ള ദ്വീപിന്റെ അധിപതിയാക്കി ജ്യേഷ്ഠന്മാരുടെ മാർഗത്തെ പിന്തുടർന്ന് വനാന്തരങ്ങളിലേക്ക് തപസ്സിനാണ് പോയത്. ഈ വർഷത്തിലെ പുരുഷന്മാർ കമലാസനമൂർത്തിയായ ബ്രഹ്മദേവനെയാണ് പൂജിക്കുന്നത്. അതെന്താണ് മന്ത്രം എന്ന് വെച്ചാല്, വേദത്തിലെ ഉത്കൃഷ്ട കർമ്മഫലത്തിന്റെ ലക്ഷ്യം ബ്രഹ്മപ്രാപ്തിയാണ്. ദ്വൈതം ഇല്ലാത്തതും ഗുണാതീതവുമായ അവിടുത്തെ സ്വരൂപത്തെ ജനങ്ങൾ ആരാധിക്കുന്ന ബ്രഹ്മദേവ, പ്രകാരമുള്ള അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. ഇതാണ് ആ മന്ത്രം. ഇനിയിപ്പോ ലോകാലോക ഗിരിവ്യവസ്ഥ ആണ് പറയുന്നത്. അതിന് നമുക്ക് ഇതൊക്കെ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ വെച്ചാൽ ഇല്ലാതാനും. പുഷ്കരദ്വീപിന് ചുറ്റുമുള്ള ശുദ്ധജല സമുദ്രത്തിനും അപ്പുറം ലോകാലോക പർവ്വതം സ്ഥിതി ചെയ്യുന്നു. മാനസോത്തര പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വർണ്ണ നിറമാണ്. കണ്ണാടി പോലെ മിന്നുന്ന അതിലൊരു പ്രാണി പോലുമില്ല. ആ സ്ഥലത്ത് എന്തുകൊണ്ട് പോയിട്ടാലും തിരിച്ചു കിട്ടില്ല. ലോകാലോകങ്ങൾക്കിടയിൽ കിടക്കുന്നത് കൊണ്ട് അതിന് ലോകമെന്നും അലോകമെന്നും പറയുന്നതാണ് ലോകാലോകം. 3 ലോകങ്ങൾക്കും അതിർത്തിയായി ലോകാലോക പർവ്വതം കിടക്കുന്നു. സൂര്യപ്രകാശത്തിന് പോലും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധ്യമല്ല. അത്ര ഉയരത്തിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂഗോളത്തിന്റെ വിസ്താരം 50 കോടി യോജനയാണെന്ന് പറയുന്നു. അതിന്റെ 1/4 വിസ്താരമാണ് ഈ പർവ്വതങ്ങൾക്കുള്ളത്. ആ പർവ്വതത്തിന്റെ 4 ഭാഗത്തും ദിഗ്ഗജങ്ങൾ കാവൽ നിൽക്കുന്നു. അവരെ നിശ്ചയിച്ചിരിക്കുന്നത് ബ്രഹ്മാവാണത്രേ. ദിഗ്ഗജങ്ങളുടെ പേരാണ് ഋഷഭൻ, വാമനൻ, പുഷ്കര, ചൂടൻ, അപരാജിതൻ. എല്ലാ ഹൃദയങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നവനും എല്ലാ വിഭൂതികളുടെയും അധിപനായിരിക്കുന്ന ഭഗവാൻ ദിവ്യായുധങ്ങളും എന്തി വിശ്വക്സേനൻ തുടങ്ങിയ പാർശ്വതന്മാരുമായി സമസ്ത ലോകത്തിന് മംഗളം വരുത്താനായി ആ പർവ്വതത്തിന്റെ മൂർധാവിൽ വസിക്കുന്നു. സനാതനനായ ആ ഭഗവാനാണ് താൻ തന്നെ മായ കൊണ്ട് സൃഷ്ടിച്ച ലോകത്തെ രക്ഷിക്കുന്നത്. ലോകാലോകത്തിന്റെ ഉള്ളിലുള്ള വിസ്താരം 12.5 കോടിയോളം ആണത്രേ. ഇവിടെയാണ് കൃഷ്ണാർജന്മാർ ബ്രാഹ്മണന്റെ കുട്ടികളെ അന്വേഷിച്ചു പോയത്. അങ്ങനെ പറയുന്നില്ലേ, അതിവിടെയാണത്രേ. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന അന്തരീക്ഷത്തിന് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. അന്തരീക്ഷം സൂര്യന്റെ സ്ഥാനമാണ്. മൃതമായ അണ്ടത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് മാർത്താണ്ഡൻ എന്ന് പറയുന്നത്. വിരാട് പുരുഷൻ അണ്ടത്തിൽ സന്നിവേശിച്ചപ്പോൾ അണ്ടം സ്വർണ്ണ നിറമായി. ബ്രഹ്മാണ്ഡത്തെ പ്രകാശിപ്പിച്ചതിനാൽ ഹിരണ്യഗർഭൻ എന്ന പേരും വന്നു. പ്രത്യക്ഷമായി കാണപ്പെടുന്ന സൂര്യൻ ബ്രഹ്മാണ്ഡത്തിൽ പ്രവേശിച്ച ഭഗവാൻ തന്നെ. 4 ദിക്കുകളും അന്തരീക്ഷം, സ്വർഗം, ഭൂമി എന്നീ 3 ലോകങ്ങളും, മോക്ഷസ്ഥാനം, നരകാതി ലോകങ്ങൾ, അതലം, വിതലം, സുതലം, അങ്ങനെയുള്ള തലാതലം എന്നിങ്ങനെയുള്ള ലോകങ്ങള് എല്ലാം സൂര്യൻ നിമിത്തമാണ് ഉണ്ടാക്കുന്നത്. ദേവന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ, ഇഴജന്തുക്കള്, ലതകള് തുടങ്ങി സർവ്വ ജീവരാശികൾക്കും കാഴ്ചയും ജീവനും നൽകുന്നത് ഈശ്വരനായ വിരോചനൻ തന്നെയാണ്. ഭൂഗോളത്തിന്റെ വിസ്താരം 50 കോടി യോജനയാണ്. ദ്യോവിന്റെ വിസ്താരവും ഇത് തന്നെയാണ്. പുരണ്ടകം പോലെ 2 തളമുള്ള വസ്തുക്കളുടെ ഒരു തളത്തിന്റെ വലിപ്പം തന്നെയാണ് മറ്റേതിന്. ഭൂഗോളത്തെയും ദ്വീപിനെയും യോജിപ്പിക്കുന്ന മധ്യഭാഗത്തിനെ അന്തരീക്ഷം എന്ന് പറയുന്നു. അതിന്റെ മധ്യത്തിലായി തേജോനിധിയായ സൂര്യൻ നിൽക്കുകയാണ് കേട്ടോ. ഭഗവാൻ സൂര്യൻ തന്റെ പ്രഭ കൊണ്ട് ത്രിലോകത്തെ പ്രകാശിപ്പിക്കുകയും ഉഷ്ണം കൊണ്ട് തപിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരായനം, ദക്ഷിണായനം, വൈഷൂവതം എന്നീ കാലങ്ങളിൽ സൂര്യന്റെ ഗതി മന്ദമായും ശീഘ്രമായും സമമായും ഭവിക്കുന്നു. മകരാദി രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകലും രാത്രിയും ദീർഘങ്ങളും ഹ്രസ്വങ്ങളും സമങ്ങളും ആക്കി തീർക്കുന്നു. സൂര്യൻ മേടം, തുലാവം രാശികളിൽ സഞ്ചരിക്കുമ്പോൾ രാത്രിയും പകലും സമമായിരിക്കുന്നു. ഇടവം മുതൽ കുളഞ്ചി രാത്രികളിൽ സഞ്ചരിക്കുമ്പോൾ
5 രാശികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് പകല് ദീർഘിക്കുന്നു. ഓരോ മാസങ്ങളിലും ഓരോ നാഴിക കുറഞ്ഞു 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 വരുന്നു. വൃശ്ചികം മുതൽക്കുള്ള 5 രാശികളിൽ പകൽ കുറവും രാത്രി കൂടിയും വരുന്നത് അങ്ങനെയാണ് വരുന്നത്. ദക്ഷിണായനത്തിൽ പകൽ അധികരിച്ചും രാത്രി കുറഞ്ഞും, ഉത്തരായണത്തിൽ രാത്രി അധികരിച്ചും പകൽ കുറഞ്ഞും ഇരിക്കുകയാണ്. നമുക്ക് ആദിത്യന്റെ ഗതിയാണ് വർണ്ണിക്കാനുള്ളത്. ആദിത്യ ഗതിയൊക്കെ ഒരു വലുതായി കുറേ പറയാനുണ്ട്. അതുകൊണ്ട് നമുക്കത് നാളെ പറയാം. ചന്ദ്രന്റെ ഗതിയുണ്ട്, ആദിത്യന്റെ ഗതിയുണ്ട്, ഇതൊക്കെ പറയണ്ടേ, എല്ലാം പറയണം. അപ്പം ഇന്നത്തെ ഭാഗം ചെറിയൊരു ഭാഗം അത് ശിവതമ്പികയുടെ പാദങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയായേതി.